അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്ത് വീഡിയോ ആണെന്ന് ഈ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവേണ്ടതാണ്. അപ്പോൾ ഇന്ന് നമ്മളൊരു ഈസി ആയിട്ട് ഒരു ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. ഒറ്റയ്ക്കൊക്കെ താമസിക്കുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് ഫ്രണ്ട്സോ ഫാമിലിയോ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു വിഭവമാണ്. അപ്പോൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യാം. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവോള ചേർക്കുക. ഞാനിവിടെ ചേർക്കുന്നത് 2 സവോളയാണ് കേട്ടോ. ഇതിലേക്ക് അല്പം ഉപ്പ് ചേർക്കുക. അല്പം ചേർത്താൽ മതി, കാരണം ഈ സവോള ഒന്ന് വയന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു 2 മിനിറ്റ് അടച്ച് വെക്കുക. അപ്പോൾ സവോളയൊക്കെ നല്ലോണം വയന്ന് വരും കേട്ടോ. അപ്പോൾ നമുക്ക് സവോളയൊക്കെ വയന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് ചേർക്കാനുള്ളത് ഇതുണ്ടോ, നല്ലോണം വയന്നൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് 1 ടീസ്പൂണ് ചേർക്കാം. നല്ലോണം ഇളക്കി കൊടുക്കുക, അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോകുന്ന വരെ. നമുക്കിതിലേക്ക് വേണ്ട മസാലകൾ: 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ ചിക്കൻ മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയാണ് ഇതിലേക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മസാലകളാണ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഇതിലേക്ക് മുറിച്ച് വെച്ചിട്ടുള്ള 2 തക്കാളി ചേർക്കുക. അതേപോലെ ഞാൻ 4 മുളക് എടുത്തിട്ടുണ്ട്, പച്ചമുളകാണ്, 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് വഴന്ന് വരാൻ നമുക്കൊരു 2 മിനിറ്റ് 3 മിനിറ്റ് വേണ്ടി വരും. അപ്പോൾ അതുവരെ നമ്മൾ ഒന്ന് അടച്ചു വെക്കുക. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ തക്കാളിയും സവാളയും എല്ലാം പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി നമ്മൾ ഒരു ടീസ്പൂണ് ഉപ്പ് ചേർക്കുകയാണ്. ഓക്കെ, 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. എന്നിട്ട് എല്ലാം ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലോണം ഇളക്കി കൊടുക്കുക. മസാല റെഡിയാണ്. ഞാനിതിലേക്ക് ഇനി ചിക്കൻ ചേർക്കാൻ പോവാണ്. ഇതിലേക്ക് ചേർക്കുമ്പോൾ ഞാൻ 1 കിലോ ചിക്കനാണ് കേട്ടോ ചേർക്കുന്നത്. കഴുകി മുറിച്ച് വെച്ച ചിക്കനാണ്. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം മസാലകളൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ അതിലേക്ക് വെള്ളം ഒഴിക്കണില്ല. ഓക്കെ, ഇനി ഞാൻ ഇത് അടച്ചു വെക്കുകയാണ്. ഒരു 5 മിനിറ്റത്തോളം ഞാനിത് അടച്ചു വെക്കുകയാണ്. 5 മിനിറ്റാണ് ഞാനത് അടച്ചു വെക്കുന്നത്. പിന്നെ നമുക്കൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ ചിക്കനിൽ എല്ലാ ഭാഗത്തും മസാല എത്തിയിട്ടുണ്ട്.
ഞാൻ ഇനിയാണ് ഇതിലേക്ക് വെള്ളം ചേർക്കാൻ പോകുന്നത്. ഞാൻ 1 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഒരു കപ്പ് വെള്ളം ചേർത്തിട്ട് ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് തീ ഒന്ന് കൂട്ടിയിട്ട് ഒരു 10 മിനിറ്റ് ദമ്മിട്ട് വെക്കുക. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുറന്നു നോക്കാം. പൊടിക്കത്തെ സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ ഒന്ന് നോക്കാം അല്ലേ. ചിക്കനൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിക്നെസ്സിലാണ് വന്നിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ 2 സാധനം കൂടിയാണ് ചേർക്കുന്നത്. ഒരു തണ്ട് കറിവേപ്പില, അതേപോലെ തന്നെ 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി. ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 10 മിനിറ്റ് ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ട് തീയൊക്കെ ഓഫാക്കിയിട്ട് വെക്കുക. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മളെ കിച്ചണിലെ ബാക്കിയുള്ള പാത്രങ്ങളും നമ്മൾ ഇതിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കൊന്ന് തുറന്നു നോക്കാം. മോനെ ഉഷാറാണ് കേട്ടോ കറി. സ്മെല്ലുകൊണ്ട് തന്നെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അപ്പോൾ ചിക്കനിലെ മസാലയൊക്കെ എല്ലായിടത്തും പിടിച്ചിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ബൗളിലേക്ക് വിളമ്പാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ചോറിൻ്റെ കൂട്ടത്തിലും ചപ്പാത്തിയുടെ കൂട്ടത്തിലൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി കറിയാണ്.